ബംഗാളി പൂവാലി എങ്ങനെ വെക്കാം ഒരു വച്ചിരിക്കുന്ന ബാക്കിയുള്ള കളി വെറുതെ കരഞ്ഞിട്ട് വല്ല കാര്യമാണ് അച്ഛനെ നോക്കി കളിക്കണ്ടേ പടത്തിനാ ഭയങ്കര തിരക്കാണല്ലോ ഞാനൊന്ന് നോക്കട്ടെ എത്രണ്ണോ ഒന്ന് മറിക്കാച്ചനെ ഒരു അത്യാവശ്യ കാര്യം രണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ കുടിക്കാൻ കളറ് സോഡ സർബത്ത് ചായ എന്താ പടം കൊള്ളാൻ കേട്ടോ വിജയകാന്ത് കലക്കിയിട്ടുണ്ട് 4 സ്റ്റണ്ടും 3 പാട്ടുണ്ട് ഞാനൊന്നല്ല സെക്കൻഡ് കയറി എന്താ കരുണാകരൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടാ അപ്പൊ വരാന്നേ ഓഹോ നീയാണോ ഭരതൻ? പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ. അന്നിവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. എടോ കരുണാകരൻ സാർ, ഇതോട് സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. വണ്ടി വിട്. കേട്ടല്ലോ, അങ്ങോട്ട് വന്നേക്കണം കേട്ടാ. എന്താടോ ഇവിടെ ആശാൻ വന്നില്ലേ? അകത്തുണ്ട്, ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീല്. ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്ന് കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ് ഒരു കാച്ചി കാച്ചി, പുള്ളിക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. അതായി ഇവിടെ പൂശിയെ. അപ്പോഴും വക്കീലത്തെ വന്നതുകൊണ്ട് സാമ്പിളെ തിന്നു. ഇല്ലെങ്കിൽ മോഷണവും പിടിച്ചോടും നടത്തില്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യവും ഒക്കെ? 10-250 രൂപ വക്കീലിന് കൊടുക്കണം. കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവർ 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നു, ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. താങ്ക്സ്. വരട്ടെ. കൂലിക്കാരൻ എന്ത് പറഞ്ഞടാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാ മതി, സൗകര്യം പോലെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ല എന്താ? പോടാ പോട്ടെ. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മി മേഡം മോള്. ഓ, നിന്റെ. എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് അവളെ കണ്ടെന്ന് തോന്നുന്നു. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു, അവളെ ഏതാ? നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. പൂരിക്കാടന്റെ കണ്ണ് അവിടം വരെ എത്തിയല്ലേ? ഇത് അധികം നാൾ നിൽക്കലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങിലാ. ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. ആ, കൂരിക്കാടനില്ലേ? അകത്തുണ്ട്. ഡോക്ടർ എന്താ എസ് ഐ ആയിട്ട്? കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNCയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തിയാവട്ടെ, എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ശരി ശരി ശരി. ആ, വേഗം ചെല്ലേ. വെട്ടുകാട് കളച്ചന്തേ ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ഏമാന്റെ അധികാര പരിധി പെടുകയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ എസ് ഐ ആയിട്ടിരിക്കുന്നത്. വേടാ, ഞങ്ങൾ പറ്റേ സാറേ. റെഡിലേക്ക് റെഡ്. അതിനേർക്കാം. ബ്ലൂ. വൈറ്റ്. ഗ്രീൻ.
ആനകാലി, മയിലുകാലി, ഒട്ടകംകാലി, കഴുതകാലി, പുലികാലി. ആ വെയിലായവേ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. വെയിരാജാവേ, വെയിരാജാവേ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, എവിടെയും വെക്കാം. കളമെല്ലാം കാലിയാണല്ലോ. അതിന് ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ തന്നെ പോയുള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെച്ചോ, ഞങ്ങളൊക്കെ ഒരു കമ്പനിയാണ്. വെച്ചോ, ഇതില് വെച്ചോന്ന് ഒരു പ്രശ്നമില്ല. ഇതിൽ വെച്ചോ. അതെ, 5 രൂപ വെച്ച്. 5 രൂപ. ഇനിയും വെക്കാം, ഇനിയും കളങ്കാലി. വെറുതെ കാശ് കാർണിവൽ കാണാൻ പോളൂ. കൊടുത്ത കാശ് മുതലാവും. എന്റെ അമ്മയുടെ ഒരു കാർണിവൽ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ പാമ്പ്. കാശ് താടോ. 15 രൂപ. ഇത് കൂടി വെച്ചു. ഇനി വെക്കുന്നില്ല. ഓ ശരി. അച്ഛൻ പറഞ്ഞിട്ടാ. കൈരേഖാശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, കൈരേഖാശാസ്ത്രം. എന്താടാ, ആരുമില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ആ കാർണിവല്ലാത്ത. ഇവന്മാര് വലിയ കോടാലി ആവുമല്ലോ. നീ ആ കമ്മിറ്റിക്കാർ വന്ന് കരുത്തെ പിടിക്കണമെന്നെല്ലാം ചുരുട്ടിക്കെട്ട്. വാ. എങ്ങോട്ടാ? എപ്പോ വെച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അറ്റാച്ച്ഡ് ബാത്റൂം പോലെ. ഞങ്ങളുടെ കൂടെ ഞാൻ വന്നാണ്ടല്ലോ, ഈ വിളക്ക് വെച്ചതിന്റെ മുഖത്ത് ആസ്തരയെ ഞാൻ കരിച്ചളയും. മോന്ത കണ്ടില്ലേ, പൂവൻകോഴി വിശ്വസിച്ചതുപോലെ കത്തയും അവിടെ കിട്ടിയിരുന്നു. ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അങ്ങ് വരാം. കൂട്ടിമുട്ടാൻ നമുക്ക്. ഞങ്ങൾ വയ്ക്കട്ടെ. പിന്നെ ഗുണം കാണിക്കരുത്. പിന്നെ പോകാം. നമുക്കൊന്ന് കയറി നോക്കാം. ഒന്ന് മാറിക്കേ, അറിയാൻ പാടില്ല. ഒന്ന് മാറിക്കേ. കാശ് പിടി, ടോക്കൺ കൊടു. എത്രയാ? ആകെ പറയാം. താൻ ടോക്കൺ കൊടു. 2 രൂപയാ. ആ ബോർഡൊന്ന് നോക്കാശാന്. 2 ദിവസം കൊണ്ട് കളിക്കാൻ വന്നു. 10 എങ്കിൽ പറയാം. 10 എനിക്കും 10. പിടിച്ചോ. സൂക്ഷിച്ച്. വൈറ്റ്. ബ്ലൂ. യെല്ലോ. എത്ര കാശാണ് ഇപ്പൊ കളിച്ചു കളഞ്ഞത്. എന്നെ ആശിക്കണം. സൂയ ഞാൻ കളിക്കട്ടെ. യെല്ലോ. വൈറ്റ്.
കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സൂചി എറിഞ്ഞ് കളഞ്ഞു. എന്റെ കാശ് കളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞതാ കളിക്കണ്ട. ഇവൻ ഞാൻ പറഞ്ഞിട്ടാ. പറഞ്ഞില്ല കളിക്കാൻ. എന്തിനാടാ കളിക്കാൻ പോയത്? ഇവർ രണ്ടുപേരും നിന്നെയൊക്കെ ഞാൻ പറഞ്ഞടാ. നീ പറഞ്ഞില്ലേ? എടാ, ഞാൻ പറഞ്ഞു. പറഞ്ഞു. മന്ത്രികളെന്ന പേരും പ്രശസ്തിയും കരസ്ഥമാക്കി അറിയ മന്ത്രികൾ പ്രൊഫസർ ആലപ്പി രാജൻ സംഘം നയിക്കുന്ന രാജ മജിക് ലാൻഡ് ചരിത്രങ്ങളുടെ കൽപ്പാടുകൾ